ഒരു കണ്ണുനീർത്തുള്ളി ചെറുതായിരിക്കും, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരാളുടെ മുഴുവൻ കഥയാകാം. ചിലപ്പോൾ വേദനയുടെ ചൂട്, ചിലപ്പോൾ സ്നേഹത്തിൻ്റെ മധുരം, ചിലപ്പോൾ പറയാനാകാത്തൊരു ഓർമ്മയുടെ ഭാരവും. കണ്ണുനീർ കണ്ണിൽ ജനിക്കുന്നതല്ല, ഹൃദയത്തിലാണ് അതിൻ്റെ തുടക്കം. നമ്മുടെ ഉള്ളിൽ ശബ്ദമില്ലാത്തൊരു അലമുറ ഉണ്ടാകുമ്പോൾ, ഒരു പഴയ ഓർമ്മ മനസ്സിനെ തൊടുമ്പോൾ, അപ്പോഴൊക്കെയാണ് അത് പതുക്കെ രൂപം കൊള്ളുന്നത്. ഒരമ്മ മകനെ കണ്ടപ്പോൾ, ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ പോയപ്പോൾ, ഇതെല്ലാം കണ്ണുനീറാകി മാറുന്നു. കണ്ണുനീർ കണ്ണിൽ നിന്നും കവിളിലേക്ക് ഒഴുകുമ്പോൾ അത് അനേകം വാക്കുകൾ പറയുന്നു. ചിലത് ക്ഷമയാകാം, ചിലത് വിരഹമാകാം, ചിലതാകട്ടെ ഓർമ്മകളുടെ ഉപ്പുകട്ടയുമാകാം. ചിലർ അതിനെ മറച്ചു വയ്ക്കും. പക്ഷേ അതിനെ ഒഴുകാൻ അനുവദിക്കുന്നവരാണ് ശരിക്കും പറഞ്ഞാൽ ആത്മാവിനെ കേൾക്കുന്നവർ. ഒരു തുള്ളി വീഴുമ്പോൾ അത് നമ്മിൽ നിന്നൊരു ഭാഗം തന്നെ മായ്ക്കുന്നു. ഒരു വേദന, ഒരു കുറ്റബോധം, ഒരു ദുഃഖം. അതിൻ്റെ യാത്ര ചെറുതായിരിക്കാം, പക്ഷേ അതിൻ്റെ സ്പർശം വളരെ ആഴമേറിയതാണ്. കരയുന്നതൊരിക്കലും ദുർബലതയല്ല, അതൊരു ശാന്തിയുടെ മാർഗമാണ്. ഒരു നീണ്ട പ്രാർത്ഥനയുടെ അവസാനം, ഒരു നഷ്ടത്തിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ ഒരു വാക്കില്ലാത്ത സ്നേഹത്തിൻ്റെ നിമിഷത്തിൽ കണ്ണുനീർ നമ്മെ ശുദ്ധമാക്കുന്നു. കണ്ണുനീർ ചിലപ്പോൾ കടലായി നമുക്ക് തോന്നും, പക്ഷേ അതിലെ ഓരോ തുള്ളിയും നമ്മെ മനുഷ്യനാകുന്ന നിമിഷങ്ങളാണ്. നീ ഒരിക്കൽ ആഴത്തിൽ കരഞ്ഞ ശേഷം ഹൃദയം അല്പം ലഘുവായതായി തോന്നിയിട്ടുണ്ടോ? അതുതന്നെയാണ് അതിൻ്റെ അത്ഭുതവും. ഓരോ കണ്ണുനീർ തുള്ളിയും നമ്മിൽ ഒരു കഥയാകുന്നു. അത് പറയാതെ പോയ ഒരു വാക്കിൻ്റെ പ്രതിധ്വനിയും അടക്കം ചെയ്ത ഒരു വികാരത്തിൻ്റെ സ്വരവുമാണ്. മഴ പോലെ കണ്ണുനീരും വീഴുമ്പോഴാണ് ഹൃദയം പച്ച പുതയ്ക്കുന്നത്. വേദനയെ വിട്ടയക്കാൻ, ഓർമ്മകളെ ചേർത്ത് പിടിക്കാൻ ഒരിക്കലെങ്കിലും കരയുക. അതാണ് ജീവിതത്തിൻ്റെ സത്യസന്ധത. അവസാനം ഓരോ കണ്ണുനീർത്തുള്ളിയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു, വേദനയുടെ അകത്തും സ്നേഹത്തിൻ്റെ മൃദുലതയുണ്ടെന്ന്.